you to waste a moment. Bring your A game, come on and own it. Lost and found, you're a hound so thirsty. The smell of rum makes you hungry and thirsty. അല്ല എന്നോട് വരാൻ പറഞ്ഞിരുന്നു രാവിലെ വരാൻ പറഞ്ഞിരുന്നു സത്യം ഒരു മിനിറ്റ് ഇത് സെറ്റപ്പ് ആ സാറേ ഞാൻ ഇവിടെ എത്തിണ്ട് അകത്ത് വെയിറ്റ് ചെയ്യണം സാറേ എനിക്ക് സാറേ ഓക്കെ സാറ് എന്നോട് അകത്ത് വെയിറ്റ് ചെയ്യാമോ ക്ലയൻസിനെ ഡീൽ ചെയ്യാൻ ബാങ്കിൽ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കുര്യാക്കോ സാറിന്റെ ആരായിട്ട് വരും പണി? ആരുമായിട്ടും വരില്ല. ആ അത് നന്നായി. അല്ല ആരുമായിട്ട് വരില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഇവിടെ വന്നത്? ഞാനിങ്ങനെയാണ്, ആരുമില്ലാത്തവരുടെ ഫ്ലാറ്റിലും ചിലപ്പോൾ വരും. കളി അതിന് ചൂടാവണ്ട, സ്നേഹം കൊണ്ടല്ലേ ചോദിക്കണേ. ഹണി ഭയങ്കര ഡിഫെൻസീവ് ആണല്ലേ? അല്ല, ഞാൻ ഭയങ്കര ഒഫെൻസീവാ. അച്ഛൻ വിളിച്ചിട്ടാണോ വന്നത്? വിളിച്ചാലും വരും, വിളിച്ചില്ലെങ്കിലും വരും. ബട്ട് ഐ എം നോട്ട് എ കോൾ ഗേൾ. അല്ല ഞാനങ്ങനെ പറഞ്ഞില്ല. ഇല്ല ഒരു മിനിറ്റ്. ക്ലയന്റാണ്. ക്ലയന്റ്. ഹായ് ഡിയേഴ്സ്, സ്നേഹം തേടി പോകേണ്ടതല്ല, അപ്രതീക്ഷിതമായി വരുമ്പോൾ വാരി പുണരാനുള്ളതാണ്. ഓരോ നിമിഷവും ആഘോഷമാക്കാനുള്ളതാണ്. അച്ചായന്റെയും ഓഷോയുടെയും രീതി അതാണ്. ഈ സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? ഇഷ്ടപ്പെട്ട ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ഈ കുര്യാക്കോസിനെ ഒന്നും അറിയില്ല. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. നേരത്തെ ഞാൻ കുര്യാക്കോസ് സാറിനെ വിളിച്ചപ്പോ ശരിക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാനൊരു നമ്പർ ഇട്ടതല്ലേ അടിയെ കണ്ടപ്പോ. അപ്പൊ ആഘോഷിച്ചാലോ? ഇപ്പോഴോ?
കുര്യാക്കോസ് സാറില്ലേ? ഇല്ല, ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കാം. മാം, ഞാൻ ഈ യൂസ്ഡ് പ്രീമിയം കാർ ഷോറൂമിൽ നിന്ന് വരാം. സാറിനൊന്ന് എന്താടാ? എടാ ബാലു, ഞാനേ ഒരു അടിപൊളി പെണ്ണിനെ കണ്ടു ആ കുര്യാക്കോസിന്റെ ഫ്ലാറ്റില്. എന്നിട്ട് നീ മുട്ടിയാ? ഇല്ലടാ, അയാളുടെ മോളെ പോലെ ഉണ്ട് കണ്ടിട്ട്. അയാൾ അവിടെ ഇല്ലെന്ന് പറഞ്ഞ് അപ്പൊ തന്നെ വാതിലടച്ച്. എടാ, അങ്ങേരില്ലെങ്കിൽ ഫ്ലാറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് വീണ്ടും ചിലടാ. നീ ഒരു പരാജയം തന്നെ. അതൊക്കെ മോശമല്ലടാ. മോശമാണെങ്കിൽ നീ പോയി സുഭാഷ് പാർക്കിരി, അവിടെ പുതിയ 2 പ്രതിമ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ സാൻഡ്ര ജേക്കബിനെ ഒന്ന് പുളങ്കിതയാക്കട്ടെ. നീ ഫോൺ വൈ. ഈ സാൻഡ്ര ജേക്കബ്? അതെ മോനെ, ഞാൻ തന്നെയാ. താങ്കളോട് ഞാൻ പറഞ്ഞില്ലേ സാർ ഇവിടെ ഇല്ലാന്ന്? സാറോ? അപ്പോ മകളല്ലേ? അല്ല. താഴെ ലോബിലിരുന്ന് സാറിനെ വിളിച്ചപ്പോ ബാലു പറഞ്ഞ അകത്ത് കയറിയിരുന്നോളെ. ബാലു? അല്ല, മറ്റേ കുര്യാക്കോസ് സാർ. സാർ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. ഞാൻ എന്തിനാ മാം നോണ പറയുന്നേ? സാർ അങ്ങനെ പറഞ്ഞതാ, അകത്ത് കയറിയിരുന്നോളം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു? എന്നാ വാ, കേറിയിരിക്കെ. ആ, താങ്ക് യു. കുറച്ച് വെള്ളം ഉണ്ടാവും? ജ്യൂസ് എടുക്കട്ടെ? ആ മതി. ആസ്ട്രേലിയന്ന് കൊച്ചുമോൻ വരുന്നുണ്ട്. ഓ, അവനെ ഓടിച്ച് കളിക്കാൻ ഒരു കാറുണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു. നല്ല കാര്യം. ആരാ? ഗേൾ ഫ്രണ്ടാ? അതെ, ഈ സീനിയർ സിറ്റിസൺസിന് ഡിസ്കൗണ്ട് സ്കീം വല്ലതും ഉണ്ടോ? ഈ പൈസ കുറയ്ക്കുന്ന സീനിയർ സിറ്റിസൺസിന് ഡിസ്കൗണ്ട് സ്കീം ഉണ്ട്. ആണോ? ഇപ്പൊ പറയേ. ഇത് ബെൻസ്, ഇത് BMW. ഇനി എനിക്ക് വേണ്ടത് ഓടിയാണ്. ഡിസ്കൗണ്ട് ആയാലും മതി. ഓടി എന്ന് പറയുമ്പോ ഓടുന്ന ഞാൻ വിളിക്കാതെ ഓടിക്കളഞ്ഞു. അയ്യോ. ദാ, ജ്യൂസ്. ഇതായിരുന്നു എളുപ്പം. ഹായ് ഡിയേഴ്സ്, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അച്ചായന്റെയും ഓഷോയുടെയും രീതി ഇതാണ്. എൻജോയ് ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഓഫ് ദി ലൈഫ്. പേടിച്ചു പോയി. ഈ ക്ലോക്ക് എന്തിങ്ങനെ? ആ, അത് ഇവിടുത്തെ ഓരോ സെറ്റപ്പുകളാ. ആ, സാറിപ്പോ വരും? താങ്കളാണല്ലോ ഫോണിൽ സാറിനോട് സംസാരിച്ചത്. അപ്പൊ എനിക്ക് എങ്ങനെ അറിയാനാ? യെസ് യെസ്, കറക്റ്റ്. മൈ നെയിം ഈസ് ജെറി. പേരെന്തുവാ? ഹണി. ഹണി, നൈസ് നെയിം. സാറിൻ്റെ റിലേറ്റീവ് ആയിരിക്കും അല്ലേ? ജെറിക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയണോ? അല്ല, ഞങ്ങൾ ഈ ഷോറൂമിൻ്റെ മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടി. ഇരിക്കൂ, സാറ് ഒരു നേരം ഇരുന്ന് സംസാരിക്കാം അല്ലേ? എന്ത് സംസാരിക്കാൻ? പുതിയ കാർ എന്തെങ്കിലും മേടിക്കാൻ പ്ലാൻ ഉണ്ടോ? ഇരിക്കൂ. പ്ലാൻ ഉണ്ടോ? ഇപ്പോ തൽക്കാലം അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. ഇല്ല. ഉണ്ടാവുമ്പോ ഞാൻ അറിയിക്കാം. ആ ശരി. 1 സെക്കൻഡ്. എന്താടാ? നമ്മുടെ ഗ്യാദറിന് ഒരാളെ ഇഷ്ടമാടാ. എടാ വെച്ചിട്ട് പോണം. എനിക്ക് വേറെ ആള് സെറ്റായി. നീ വേറെ വല്ല പണി നോക്കണം. എന്താടാ? മാർക്കറ്റിംഗ്.
ഇങ്ങനെ ഒഫീഷ്യലായിട്ടിരിക്കണ്ട, എന്തെങ്കിലും മിണ്ടി പറഞ്ഞിരിക്കാം സാറ് വരുന്നവരെ. നമ്മൾ തമ്മിലൊരു വൈബ് കിട്ടുമല്ലോ. പിന്നെ ബാലു സാറിനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞായിരുന്നു. സാറ് വിളിച്ചിട്ട് വന്നതാണോ? കണ്ടപ്പോ തോന്നി. ഗുഡ് സ്റ്റാർട്ടിങ്. കുര്യാക്കോ സാറായിരിക്കോ? ഞാൻ നോക്കിയിട്ട് വരാം. സാറാണോ? അല്ലേ, എന്നെ തുറക്കണ്ട. ഹണിയുടെ കൂടെ എന്നെ കണ്ട എൻ്റെ മെജു. ഒരു മിനിറ്റ്. അച്ചായനില്ല? ഇല്ല. അയ്യോ, അപ്പം എന്നോട് വരാൻ പറഞ്ഞിരുന്നല്ലോ ഒരു ഡോക്യുമെന്റിന്റെ. ആരാ? ഞാൻ ജയദേവൻ, ഇവിടെ കുണ്ടന്നൂർ സ്റ്റേഷനിലെ SI ആണ്. അച്ചായൻ ഇല്ലേ? കുര്യാക്കോ സാർ ഇവിടെ ഇല്ല. പുറത്തെവിടെയോ പോയിട്ട് എപ്പോ? അല്ല, നിങ്ങൾ കുര്യാക്കോ സാറെന്ന് വിളിക്കുമ്പം നിങ്ങൾ അച്ചായൻ്റെ ആരുമല്ലേ? നിങ്ങളാരാ? ഞാൻ ഹണി, സാറിൻ്റെ ഒരു ഫ്രണ്ടാ. ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇല്ല. മനസ്സിലായോ? പറഞ്ഞു കാണണമല്ലോ. ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചായൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ? പെട്ടെന്ന് കണ്ടപ്പോ മനസ്സിലായില്ല. ഞാനേ ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞപ്പോ ഇത്രയും നല്ല ഗിഫ്റ്റാന്ന് കരുതിയില്ല. അല്ല, ഗിഫ്റ്റ് എനിക്കാണ്. ഞാനാണ്. പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാവാനായിട്ടായിരിക്കും. ഞാനാണ് വരുമെന്ന് പറഞ്ഞിരുന്നത്. എനിക്കിപ്പോ മനസ്സിലായി. മനസ്സിലായല്ലോ അല്ലേ? ഓ, സോറി കേട്ടോ. ഞാനേ ഒരു ആർത്തിയാ. ഒരു വർഷമായി ഇങ്ങനെയൊക്കെ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് പറ്റിയത്. ഞാനും സോറി. ഒന്ന് ഉറപ്പിക്കണമായിരുന്നല്ലോ. പിന്നെ അത് വേണം. ഏത് കാലത്താണ് നമ്മള്. സോറി കേട്ടോ, ഒന്നും വിചാരിക്കില്ല. ഞാൻ എന്താന്ന് വെച്ചാലേ ഈ വൈഫിനെയൊക്കെ അവിടെ ഒരു ടെക്സ്റ്റൈൽസ് നിർത്തിയേക്ക് വരുന്നേ. അപ്പം അതിന്റെ ഇടയിലാണ്. കാരണം ഇതിപ്പോ നേരത്തെ പ്ലാൻ ചെയ്തൊരു പരിപാടി ആയി പോയല്ലോ. അതാണ് പറ്റിയത്. ഇല്ലെങ്കിൽ അങ്ങനത്തെ കുഴപ്പമൊന്നും പറ്റത്തില്ലായിരുന്നു. ഈ ട്രാഫിക്കും എല്ലാമായിട്ട് അങ്ങ് ലേറ്റ് ആയി പോയി. ഇവിടെ വന്നിട്ട് തിരിച്ചവിടെ ചെല്ലണമല്ലോ. ഈ അച്ചായൻ ഇപ്പൊ വരുവോ? ഇപ്പൊ വരേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലല്ലോ. എന്താവശ്യം? അച്ചായനെ ഇപ്പൊ വരേണ്ട ഒരു കാര്യമില്ല. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഏയ് വേണ്ട. ഞാൻ വേണ്ട. അല്ല, ഒരു ബദാം മിൽക്ക് എടുക്കാം. അച്ഛൻ സ്ഥിരം കുടിക്കുന്നതാന്നേ. ഉപകാരമുള്ളായിരിക്കും. ബദാം മിൽക്കും അല്ലേ? എടുക്കും. ഞാനെന്നാ. ആയിക്കോട്ടെ. അല്ല, ബദാം മിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഇതൊരു സ്പെഷ്യൽ ആയിട്ടാ. അച്ചായന്റെ ഒരു അച്ചായന്റെ അല്ലേ? അച്ചായനൊരു വെറൈറ്റി ആളാ. സ്പെഷ്യൽ ആയിരിക്കും. അല്ല, ഇനി വരുമ്പോ ഇങ്ങനെ ധൃതിയിലൊന്നും വരരുത്. നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയമൊക്കെ വേണ്ടേ? ഞാൻ പറഞ്ഞില്ല, ഇത് ഇങ്ങനെ ഒരു പറ്റിപ്പോയതാണ്. സാരല്ല. എന്നാലും എനിക്കൊരു 10 മിനിറ്റ് തരില്ലേ? പിന്നെന്താ? ഫ്രഷ് ആവാൻ. പിന്നെ ശരി. 10 മിനിറ്റ് കഴിയുമ്പോൾ ബെഡ്റൂമിലേക്ക് വന്നാൽ മതി. ശരി. ഓക്കെ.
സാർ ചാവി. ആ ശരി. അളയാ, ആ സീനിയർ മാനേജർ ലീവില്ല, അതുകൊണ്ട് ഇതും എന്റെ തലയിലായി. പെട്ടെന്ന് ആവട്ടെ കേട്ടോ. നീ ഒരു കാര്യം ചെയ്താ വണ്ടി സ്റ്റാർട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ചെല്ല്, കട അടയ്ക്കും. ആ വീട്ടിൽ പോയിട്ട് പോകാൻ പറ്റും. ഓ എന്താണ് ഇത്ര ആ കല്യാണി ലാൻഡ് ചെയ്താ? ഈ റോണിയുടെ കയ്യില. അല്ല അവളെന്തി? ഞാനൊന്നും ചെയ്തില്ല സാറേ. അവളെന്തിയെന്ന്? അവളാണ് ഈ എന്നെ ഈ മുറിയിലേക്ക് ആക്കിയത്. സാറേ ഫ്ലാറ്റ് മാറി കയറിയതാ. ഇതാരാ? ഇതാരൊക്കെയാ? എനിക്കറിയില്ല സാറേ, ഞാൻ അതേ ഫ്ലാറ്റ്. മക്കളെ, പൊളിയെന്ന് പറഞ്ഞ അടിപൊളിയാ. ജീവിതത്തിലും മരണത്തിലും ഇങ്ങനെ ചിരിച്ചോണ്ടേയിരിക്കണം. അച്ചായന്റെ ഓഷോയുടെ രീതി അതാ.